ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എജുപോഡ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫിസാർ. മക്കളെ, തകർക്കണ്ടേ നമുക്ക് +1 എക്സാമിന് സെമിനാർ റിപ്പോർട്ട് എഴുതാനുണ്ടാവും. ഞങ്ങൾ എങ്ങനെ എഴുതുക? ബി വിത്ത് മീ, എൻ്റെ കൂടെ നിന്നോ. ഞാൻ എപ്പോഴും വളരെ സിമ്പിൾ ട്രിക്സിലൂടെയാണ് നമ്മളിങ്ങനെ പഠിപ്പിക്കുന്നത് കേട്ടോ. എന്ത് സെമിനാർ വന്നാലും അല്ലേ, നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാൻ പറ്റും. നോക്കിക്കോളൂ നിങ്ങൾ. സെമിനാർ ഹെൽഡ്, ഒരു സെമിനാർ നടത്തി അല്ലെ, ഒരു സെമിനാർ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സെമിനാർ ഹെൽഡ്. റെഡി അല്ലേ മക്കളെ? ഒരു സെമിനാർ നടത്തി. എന്നിട്ട് എന്ത് ചെയ്യുക? സെമിനാർ ശ്രദ്ധിച്ച് കേട്ടോ. ഈ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കാണ്ടെന്നാൽ ഈ ഡാഷിട്ടൊക്കെ എന്തിനാന്ന് പിന്നീട് മനസ്സിലാവില്ല. ക്ലാസ് ശ്രദ്ധിച്ച് കേട്ടോ. എ സെമിനാർ വാസ് കണ്ടക്റ്റഡ്. സെമിനാർ നടത്തി. എന്താ സെമിനാർ കണ്ടക്റ്റഡ് എന്ന് പറയാത്തത്? സെമിനാറിന് സ്വയം നടത്താൻ പറ്റൂല. സ്നേക്ക് കിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? പാമ്പ് കൊന്നേ ഉള്ളൂ. പാമ്പിനെ കൊന്നു എങ്ങനെ പറയാ? സ്നേക്ക് വാസ് കിൽഡ് എന്നാ പറയാന്ന്. മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ തന്നെ സെമിനാറിന് സ്വയം നടത്താൻ പറ്റൂല. എങ്ങനെ പറയാ? സെമിനാർ വാസ് കണ്ടക്റ്റഡ്, നടത്തി. ബൈ ആരാണ്? ഇപ്പൊ ABC സ്കൂൾ ആണെങ്കിൽ ABC സ്കൂൾ അല്ലേ. ഓൺ ഡേറ്റ് കൊടുക്കുക. ഒരു ഡേറ്റ് ആണെങ്കിൽ 16/2/24 അങ്ങനെ ഒരു പരിപാടിക്ക് നടത്തി കേട്ടോ. ശ്രദ്ധിക്കുക. ഇൻ ദ സ്കൂൾ ഓഡിറ്റോറിയം. എവിടെ വെച്ചിട്ടാണ് പറ? സ്കൂൾ ഓഡിറ്റോറിയത്തില്. ഇനി പ്ലേസ് തോന്നിയോടത്ത് പണി വെച്ചോളൂ കേട്ടോ. നോ വറി. The program started with the prayer of school choir. സ്കൂൾ കൊയറിന്റെ പ്രാർത്ഥനയോട് കൂടിയിട്ട് എന്ത് ചെയ്തു? നമ്മളെ പരിപാടി സെമിനാർ സ്റ്റാർട്ട് ചെയ്തു അല്ലേ. പിന്നെ ഒരാളുടെ പേര് കൊടുക്കുക. ഇവിടെ വ്യക്തിയുടെ പേര് കൊടുക്കുക. ആ വ്യക്തിയുടെ പേര് എന്താണ് പറ? ഒരു എക്സാമ്പിൾ എടുത്തു. അരുൺ അല്ലേ. അരുൺ എന്ന് പറയുന്ന ഒരാളുടെ പേരെടുത്തു. ദ പ്രിൻസിപ്പൽ അല്ലേ, അയാളുടെ പേരാണ്. അരുൺ എന്ന് പറയുന്ന ആരുടെ പേരാണ് പറ? പ്രിൻസിപ്പളിന്റെ പേരാട്ടോ. വെൽക്കംഡ് ഓൾ ഡിഗ്നറ്ററീസ്. അവിടെയുള്ള എല്ലാവരും എന്ത് ചെയ്തു? അദ്ദേഹം വെൽക്കം ചെയ്തു. ഗ്യാതേർഡ് ദർ, അവിടെ കൂടിയിട്ടുള്ള. ക്ലിയർ അല്ലേ മക്കളെ? അടുത്തത് കിരൺ, ഒരാളുടെ പേരാട്ടോ. കിരൺ പ്രിസൈഡഡ് ഓവർ ദ ഫംഗ്ഷൻ അല്ലേ. പ്രിസൈഡഡ് ഓവർ ദി ഫംഗ്ഷൻ. ഈ കിരൺ ആണ് എന്ത് ചെയ്തത് പറ? ആ പരിപാടി അധ്യക്ഷത വഹിച്ചത്. ഒരാളുടെ പേര് ഇനി വേണമെങ്കിൽ പോസ്റ്റും കൊടുക്കാൻ പറ്റും. സ്റ്റാഫ് സെക്രട്ടറി എന്ന് കൊടുക്കാം കേട്ടോ. കിരൺ സ്റ്റാഫ് സെക്രട്ടറി അല്ലേ. സ്റ്റാഫ് സെക്രട്ടറി എന്ത് ചെയ്തു? ആ പരിപാടി എന്ത് ചെയ്തു? നയിച്ചു. അടുത്തത് The program was inaugurated. പ്രോഗ്രാം സ്വയം ഇനാഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എങ്ങനെ പറയാം? The program was inaugurated. ഇനാഗ്രേഷൻ നടത്തി. പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. ബൈ ദ ചീഫ് ഗസ്റ്റ്. ഇപ്പൊ ടോവിനോ ആണ് നമ്മൾ നടത്തിയത്. ടോവിനോ തോമസ് അല്ലേ. ആരായാലും പൊസിഷൻ ഉണ്ടാവില്ലേ? അയാളുടെ പൊസിഷൻ എന്താ വരിക പറ? ദ ഫേമസ് ഫിലിം ആക്ടർ അല്ലേ. ദ ഫേമസ് മലയാളം ഫിലിം ആക്ടർ അല്ലേ. മലയാളം ഫിലിം ആക്ടർ. MFC എന്ന് എഴുതി വെച്ചാൽ KFC പോലെ നിങ്ങൾ ആലോചിക്കരുത് കേട്ടോ. MFC പറഞ്ഞാല് മലയാളം ഫിലിം എന്തായിരുന്നു? ദ ഫേമസ് മലയാളം ഫിലിം ആക്ടർ കേട്ടോ. അങ്ങനെ MFC ആണോ? MFA ആവട്ടോ. ആക്ടർ അങ്ങനെ എഴുതി കൊടുക്കുക. അടുത്തത് ആൻഡ് ഒരാളുടെ പേര് ഫോർ എക്സാമ്പിൾ അജു അല്ലേ. അജുവിന്റെ ഒരു പോസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റാഫ് സെക്രട്ടറി, അല്ലെങ്കിലോ അജു ക്ലബ് ചെയർമാൻ അല്ലെ. സയൻസ് ക്ലബ് ചെയർമാൻ അബു, അല്ലെങ്കിൽ അജു ഗേവ് ഫെലിസിറ്റേഷൻ അല്ലെ. അയാൾ എന്ത് ചെയ്ത് പറ? ഫെലിസിറ്റേഷൻ, ആശംസ നൽകി അല്ലെ. എന്തിന്? ടു ദ പ്രോഗ്രാം, ആ ഒരു പരിപാടിക്ക്. പേപ്പർ പ്രസന്റേഷൻ വാസ് മെയ്ഡ് ബൈ. ആ ഒരു സെമിനാറിൽ ആരാണ് പേപ്പർ പ്രസന്റേഷൻ നടത്തിയത്? ബൈ ആരാണ്? സഫ. ഒരു പെൺകുട്ടി വന്നു. സഫ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വന്നു. പിന്നെ ഒരു പെൺകുട്ടിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ ഒരു പെൺകുട്ടിയോ പിന്നെ വനജ എന്ന് നിന്റെ ഒരു ഫേവറേറ്റ് ക്യാരക്ടറാണ് വനജ അല്ലേ. പിന്നെ വേറൊരു പേര് പറഞ്ഞാൽ നിങ്ങൾ സുഗുണൻ അല്ലേ. ഒരുത്തന്റെ പേരാട്ടോ സുഗുണൻ. ആൻഡ് വേറൊരുത്തനും കൂടെ ഒരു പെൺകുട്ടി കൂടെ ആയിക്കോട്ടെ. എന്നാല് ടീന അല്ലേ. ടീന. ക്ലിയർ. ദേ ഷെയർഡ് ദെയർ എക്സ്പീരിയൻസ്. ഇവരൊക്കെയാണ് എന്ത് ചെയ്തത്? പേപ്പർ പ്രസന്റേഷൻ നടത്തിയത്. ഇനി ആ പേപ്പറിന്റെ പേരുണ്ടാവില്ലേ? അതും ഇവിടെ എഴുതാൻ പറ്റും. സഫ. അപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേൾഡ് പോപ്പുലേഷൻ ആണെങ്കിൽ സഫ അബൌട്ട് വേൾഡ് പോപ്പുലേഷൻ അല്ലേ. ടീന എന്തിനെ കുറിച്ചാണ് നടത്തിയത് പറ? ടീന ദ പൊല്യൂഷൻ ഇൻ ദ കൺട്രി, രാജ്യത്തിലുള്ള പിന്നെ പൊല്യൂഷനെ കുറിച്ച് എന്താണ് ഓൾ നടത്തിയെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പിക് അവിടെ എഴുതിക്കാൻ പറ്റുട്ടോ. ദേ ഷെയർഡ് ദെയർ എക്സ്പീരിയൻസ് ഇൻ ദിസ് മാറ്റർ. അവരെന്ത് ചെയ്തു അറിയോ? ഈ വിഷയത്തിലുള്ള അവരുടെ എക്സ്പീരിയൻസ് എന്ത് ചെയ്തു? അവർ ഷെയർ ചെയ്തു. മനസ്സിലാകുന്നുണ്ടോ? ആ ടോപ്പിക്കിന്റെ പേര് അവിടെ എഴുതി കൊടുക്കുക. പിന്നെ അവരെന്ത് ചെയ്തു? അവരുടെ ഐഡിയാസ് എന്ത് ചെയ്തു? ഇവിടെ ഷെയർ ചെയ്തു എന്ന് പറയാം. മാത്രല്ല ദേ ടോൾഡ് മെനി തിങ്സ് അബൌട്ട് ഇറ്റ്. ഇതിനെ കുറിച്ച് അവർ എന്ത് ചെയ്തു പറ? ഒരുപാട് സംസാരിച്ചു. അപ്പൊ എന്തിനെ കുറിച്ച് ഒരു പരിപാടി ഉണ്ടാവില്ലേ? ആ പരിപാടി എന്താന്നുള്ളത് നമുക്കറിയണം. എന്തിനെ കുറിച്ചാണ് സെമിനാർ നടത്തിയെന്നുള്ള ചോദ്യത്തിൽ ഉണ്ടാവില്ലേ? അപ്പൊ അതിനെ കുറിച്ച് എന്ത് ചെയ്തു? അപ്പൊ നമ്മൾ മറ്റേ സിനിമ പറഞ്ഞില്ലേ, ഇതിനെ കുറിച്ച് 2 വാക്ക് പറയൂ. ഇതാണല്ലോ, ഇതിന്റെ ഒരു ഇത് എന്ന് പറയുന്നത് ഇതാണല്ലോ. ആ ഒരു ടേം ആണ് നമ്മുടെ ഉപയോഗിച്ചത് കേട്ടോ. ദേ ടോൾഡ് മെനി തിങ്സ് അബൌട്ട് ഇറ്റ്. ഇതിനെ കുറിച്ച് അവരെന്ത് ചെയ്തു പറ? ഒരുപാട് എന്ത് ചെയ്തു പറഞ്ഞു. അപ്പൊ ഈ ഇറ്റ് എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടോപ്പിക് ഇവിടെ കൊടുക്കാൻ പറ്റൂട്ടോ നിങ്ങൾക്ക്.
മനസ്സിലാകുന്നുണ്ടോ? ആൻഡ് ദേ ഗേവ് സോ മെനി സജഷൻസ് ഫോർ ഫർദർ ഡെവലപ്മെന്റ്സിന് വേണ്ട ഒരുപാട് അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്ത് ചെയ്തു ഓര് വെച്ചു. ദ പ്രോഗ്രാം കെയിം ടു ആൻ എൻഡ്. അങ്ങനെ പരിപാടി അവസാനിച്ചു വിത്ത് വോട്ട് ഓഫ് താങ്ക്സ്, നന്ദി പ്രസംഗത്തോട് കൂടിയിട്ട് ഗിവൺ ബൈ സ്കൂൾ ലീഡർ. ആരാണ് പറ? സ്കൂൾ ലീഡർ ആണ് എന്ത് ചെയ്ത് നന്ദി പ്രസംഗം നടത്തിയത്. ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ് എക്സൈറ്റിംഗ് ആൻഡ് അമ്യൂസിങ്. വേറെ ലെവൽ, ഭയങ്കര രസമുള്ള സൂപ്പർ പരിപാടിയായിരുന്നു. തോന്നിയ മാതിരി എഴുതിച്ചോളൂ കേട്ടോ. Thousands of students witnessed the program. അല്ല, ആയിരക്കണക്കിന് കുട്ടികൾ എന്ത് ചെയ്തു ഇതിന് വിറ്റ്നസ് ചെയ്തു. ഇനി വേണമെങ്കിൽ ഹൺഡ്രഡ്സ് ഓഫ് സ്റ്റുഡൻസ് എഴുതിയാലും മതി കേട്ടോ. മനസ്സിലാകുന്നുണ്ടോ? ആയിരക്കണക്കിന് അങ്ങനില്ല, ഒരു 100 കണക്കിന്. നോ വറി. ഇറ്റ് വാസ് വൺ അമംഗ് ദി ബെസ്റ്റ് പ്രോഗ്രാംസിൽ പെട്ട ഏറ്റവും നല്ലൊരു പ്രോഗ്രാം ആയിരുന്നത്. ദാറ്റ് വാസ് കണ്ടക്ടഡ് ഇൻ അവർ സ്കൂൾ. നമ്മുടെ സ്കൂളിൽ നടത്തിയ പരിപാടികൾപ്പെട്ട ഒരു നല്ലൊരു സൂപ്പർ പരിപാടിയായിരുന്നു ഇത്, ഈ സെമിനാർ എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വളരെ മനോഹരമായിട്ട് തള്ളി മറിച്ചുകൊണ്ട് നമ്മളൊരു സെമിനാർ റിപ്പോർട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടുമെന്നറിയോ? 6 to 8, 6 8 മാർക്കാണ് ഇതിന് സെമിനാർ റിപ്പോർട്ടിനുള്ളത്. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, നന്നായിട്ട് പഠിക്കുക. റെഡി അല്ലേ നിങ്ങൾ? ഞാൻ എടുക്കുന്ന ക്ലാസ് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ബൈ.